അതാണ് ആ ചിന്ത കൊണ്ടുള്ള പ്രയോജനം. അവിടെ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നു അത് നിർവിശേഷമായിരുന്നു, സ്വാഭാവികമായിരുന്നു, സ്വസ്വരൂപമായിരുന്നു, കേവലമായിരുന്നു. അതാണ് തന്റെ വാസ്തവ സ്വരൂപം സുഷുപ്തിയിൽ അവശേഷിച്ചത്. ഇത് ജാഗ്രതത്തിലെ മനനത്തിന് ഉപകരിക്കും. എന്തിന്റെ മനനത്തിന്? സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള മനനത്തിന്, ആത്മമനനത്തിന് ഉപകരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് സുഷുപ്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, ജാഗ്രതത്തിൽ ഈ പറയുന്നത് പോലെ ഇവിടെ എന്താണ്? സദാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി. ആ കേവലമായ സത്തുമായിട്ട് സമ്പന്നനാകുന്നു, ഏകീഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്നായി തന്നെ തീരുന്നു. ഒന്നായി തീരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ബന്ധനം അവസാനിച്ചു. പ്രാണബന്ധനം ഈ സൗമ്യ മനഃ, അവിടെ അതൊക്കെ ചർച്ച ചെയ്തതാണ്. അവിടെ മുക്തി തന്നെ സംഭവിച്ച, അവിടെ മുക്തി തന്നെയാണ്. ഈ അതല്ലേ പറഞ്ഞ അസാംസാരികെ, സംസാരം അവിടെ ഇല്ല. ആ മുക്തി സംഭവിച്ചിട്ട് വീണ്ടും എങ്ങനെ ബന്ധനത്തിൽ വരുന്നു? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ വരണമെങ്കിൽ അതിനൊരു കാരണം കാണണമല്ലോ. മുക്തനായിട്ടും വീണ്ടും ബന്ധനത്തിലേക്ക് വരുന്നതിനൊരു കാരണം വേണം. തീർച്ചയായിട്ടും ഈ ബന്ധനത്തിൽ വരുന്നതിനൊരു കാരണം വേണം. എന്താ കാരണം പറയുന്നു? അത് അജ്ഞാനമാണ്. അത് ശരിയാണ്, അജ്ഞാനമാണ്. അജ്ഞാനം കൊണ്ടാണ് ആ മുക്തിയെ പ്രാപിച്ചിട്ടും സത്തുമായി ഏകീഭവിച്ചിട്ടും ഇവിടെ വീണ്ടും ബന്ധനത്തിലേക്ക് വന്നത്. അപ്പോ ഇവിടെയാണ് അജ്ഞാനം. അതാണ് അടുത്ത ചോദ്യം വരുന്നത്. അജ്ഞാനം എവിടെയാണ്? എവിടെയാണോ അജ്ഞാനത്തെ അനുഭവിക്കുന്ന അവിടെ അല്ലേ. എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകം എവിടെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ എവിടെയാണോ പുസ്തകത്തെ അനുഭവിക്കുന്ന അവിടെ. അജ്ഞാനത്തെ എവിടെ അനുഭവിക്കുന്നു? ഇവിടെ. ഈ ജാഗ്രതത്തിൽ ഉണർന്നിരിക്കുമ്പോൾ പറയുന്നു എനിക്കറിയില്ല, നീ നിത്യമുക്തനാണ്, നിനക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല. അജ്ഞാനം സ്വാനുഭവസിദ്ധമാണ്, തന്നെ കുറിച്ചുള്ള അജ്ഞാനം. നീ സച്ചിദാനന്ദ സ്വരൂപനാണ്, ഗുരു പറയുന്നു, നിനക്കറിയാമോ? എനിക്കറിയില്ല. അറിയില്ലായ്മ ഈ അറിവ് പ്രകാശിക്കുന്നിടത്താണ്. ഇവിടെ പറഞ്ഞല്ലോ ലിംഗ ഉപാധി സംബന്ധം ഉള്ളിടത്താണ്. സുഷുപ്തിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കാം. സുഷുപ്തിയിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ ഉണ്ടെന്നോ ഇല്ലെന്നോ അറിഞ്ഞോ? ഇല്ല. അങ്ങനെ ഒരു അറിവുണ്ടായത് ജാഗ്രതയായി. സുഷുപ്തിയിൽ അങ്ങനെ ഒന്നിനെക്കുറിച്ചും അറിയാൻ കഴിയില്ല. അവിടെ പറഞ്ഞെന്താണ്? അത് കേവല സത്താ മാത്രനായിരിക്കുന്നു താൻ. ജാഗ്രതയിൽ അങ്ങനെയല്ല. ഇവിടെ താൻ അറിവുള്ളവനായിരിക്കുന്നു, അറിവില്ലാത്തവനുമായിരിക്കുന്നു. പറയുന്നത് നമ്മൾ സുഷുപ്തിയിലൊന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നത് ശരിയാ. അത് സുഷുപ്തിയിൽ അറിഞ്ഞില്ലെന്ന് ജാഗ്രതയിൽ പറയണം, സുഷുപ്തിയിലല്ല പറയുന്നത്. ഒന്നും അറിഞ്ഞില്ല എന്നുള്ള അനുഭവം ജാഗ്രതത്തിലാണ്, സുഷുപ്തിയിലല്ല. സുഷുപ്തിയിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അത് പറയുന്നത് സ്വാഭാവികം. ഒരു തരത്തിലുള്ള അറിവും അവിടെ ശേഷിച്ചിരുന്നില്ല. അപ്പം പിന്നെ അറിവില്ലായ്മ എവിടെയാ ഉണ്ടായിരുന്നു? ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. സുഷുപ്തിയിലാണോ അറിവില്ലായ്മ ഉണ്ടായിരുന്നത്? ജാഗ്രതത്തിലാണ്. ജാഗ്രതത്തിലാണ് അറിവില്ലായ്മ. സുഷുപ്തിയിലോ? അവിടെ കേവലമായ സത്ത മാത്രം. കേവലമായ സത്ത മാത്രമായിരിക്കുമ്പോൾ രണ്ടാമതൊന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നു ഒന്നും അറിഞ്ഞില്ല.
ഒന്നിനെയും അറിയുന്നില്ല എന്ന് പറയുന്ന ഈ അനുഭവം അത് ജാഗ്രതത്തിലാണ്, സുഷുപ്തിയിലല്ല. എന്തുകൊണ്ട്? ഒന്നിനെയും അറിയുന്നില്ല എന്നുള്ള ഒരു അനുഭവത്തിന് ഈ കർണങ്ങളെല്ലാം വേണം, ഈ ജീവഭാവം വേണം, ഇതെല്ലാം വേണം. ഇതൊന്നും ഇല്ലാതിരിക്കുന്നിടത്ത് അങ്ങനെ ഒരു അറിവുണ്ടാവും ഇല്ല. പിന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് കേവലമായ ആത്മാവ് ഒഴികെ ബാക്കി സർവത്തെയും നിഷേധിക്കുന്നതിന് വേണ്ടി നമ്മൾ പറയുന്നു. ഒന്നും അറിഞ്ഞില്ല. അറിവില്ലായ്മ ജാഗ്രതത്തിലല്ല, ജാഗ്രതത്തിലെ അനുഭവമാണ് അറിവില്ലായ്മ എന്ന് പറയുന്നത്, സുഷുപ്തിയിലെ അനുഭവമല്ല. എന്തുകൊണ്ട്? അവിടെ അനുഭവമേ ഇല്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് അവ്യവഹാര്യം. ഒരു തരത്തിലും അതിനെ വ്യവഹരിക്കാൻ സാധ്യമല്ല. ഇന്ന തരത്തിലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ കേവലമായ അത് മാത്രം. പിന്നെ ഈ അറിവില്ലായ്മ, അജ്ഞാനം, അവിദ്യ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ മനസ്സിൽ തോന്നുന്ന എന്തോ ഒരു വസ്തു, ഒരു പദാർത്ഥം. അത് ഇരുളെന്ന് പറയുമ്പോൾ എന്തോ ഒരു വസ്തു എന്ന് തോന്നുന്നത് പോലെയാണ്. ഇരുളെന്ന് പറഞ്ഞാൽ എന്താ? വെളിച്ചമില്ലാത്തവരാണ്. എന്താ അവിടെ ഒരു വസ്തു ഉണ്ടായിരുന്നു? ഘനമാനങ്ങളുള്ള ഏതെങ്കിലും ഒരു പദാർത്ഥം അവിടെ ഉണ്ടോ? നീളവും വീതിയുള്ള ഒരു പദാർത്ഥമുണ്ടോ? വെയിറ്റുള്ള ഒരു സാധനമുണ്ടോ? ഒന്നുമില്ലല്ലോ, വെളിച്ചമില്ല. അതുപോലെ ഈ ലിംഗോപാധി സംബന്ധകൃതമായ വിശേഷജ്ഞാനം ഇല്ല, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അതിനെ ഇവിടെ നമ്മുടെ ഈ അറിവുള്ളിടത്താണ് ഭാവാഭാവങ്ങളല്ല. ഒരു വസ്തുവിന്റെ ഉണ്മയെ നമ്മൾ പറയും അതിന്റെ ഭാവം, അതിന്റെ ഇല്ലായ്മയെ പറയും അഭാവം. ഇതെല്ലാം അറിവിനെ ഈ വിശേഷ അനുഭവത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. ഈ വിശേഷ അനുഭവം ഇല്ലാത്തടത്ത് പിന്നെ ഭാവാഭാവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ സുഷുപ്തിയിലെ അറിവില്ലായ്മ എന്ന് പറയുന്നത് ജാഗ്രതയിലെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. സുഷുപ്തി ഒരു തരത്തിലും വിവരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ആത്മാവ് യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്നെല്ലാം ആത്മാവിനെ കുറിച്ച് പറയുന്നു. അപ്പം അത് മുക്തമായി തന്നെ ഇരിക്കുന്നു. അത് വീണ്ടും ബന്ധനത്തിലേക്ക് വന്നു. അതാണ് ചോദ്യം, പ്രശ്നം. അങ്ങനെ സുഷുപ്തിയിൽ ഏകീഭവനം സംഭവിച്ചു, അല്ലെങ്കിൽ കേവലമായിരുന്നു ആത്മാവ്. വീണ്ടും ജാഗ്രതയിൽ ബന്ധനം അനുഭവപ്പെടുന്ന എന്തുകൊണ്ട്? അതിന് നമ്മൾ സുഷുപ്തി വരെ പോകേണ്ട കാര്യമില്ല. ജാഗ്രതയിൽ തന്നെ ചിന്തിച്ചാൽ മതി. ജാഗ്രതത്തിലും ആത്മാവ് നിത്യമുക്തമാണ്. എന്നിട്ടെന്തുകൊണ്ട് ബന്ധനം അനുഭവപ്പെടുന്നു? അതിന് സുഷുപ്തി വരെ എന്തിനു പോകണം? ജാഗ്രതത്തിൽ നിത്യമുക്തമായിരിക്കുന്നത് ഈ ജാഗ്രതത്തിൽ ബന്ധനം അനുഭവിക്കുന്നു. അപ്പം നിത്യമുക്തമായിരുന്നാലും ബന്ധനം അനുഭവിക്കാം. അപ്പം അതിന് സമാധാനം പറയും. എന്തുകൊണ്ടത് ബന്ധനം അനുഭവിക്കുന്നു? ഇവിടെ അജ്ഞാനം ഉള്ളതുകൊണ്ട്. തിരിച്ചു ചിന്തിക്കുക, സുഷുപ്തിയിൽ എന്തുകൊണ്ട് ബന്ധനം അനുഭവിക്കുന്നില്ല? ഈ ബന്ധനം അനുഭവിക്കുന്നതിന് എന്താണോ കാരണം? അതവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്പഷ്ടമല്ലേ. ജാഗ്രതത്തിൽ ആത്മാവ് നിത്യമുക്തമായിരിക്കുന്നു, സുഷുപ്തിയിലും എല്ലാം മുക്തമായിരിക്കുന്നു. പക്ഷെ ജാഗ്രതത്തിൽ ബന്ധനം അനുഭവിക്കുന്നു. ഞാൻ അജ്ഞനാണെന്നറിയുന്നു, താൻ സംസാരിയാണെന്നറിയുന്നു. എന്താ അതിന് കാരണം പറയുന്നു? അപ്പോൾ കാരണം ഇവിടെയാണ്, ഈ ജാഗ്രതത്തിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രശ്നമുള്ളിടത്താണ് പരിഹാരം ആവശ്യമായി വരുന്നത്. രോഗമുള്ളിടത്താണ് ചികിത്സയുടെ ആവശ്യം. ഈ ശരീരത്തിൽ രോഗമാണെങ്കിൽ വേറൊരു ശരീരത്തെ ചികിത്സിച്ചിട്ട് കാര്യമുണ്ട് ഇല്ലല്ലോ. ഇവിടെ ബന്ധനം അനുഭവിക്കുന്നു അജ്ഞാനമുള്ളത്. അജ്ഞാനമില്ലാത്തവൻ പറയുന്നത് എന്താണ്? ഞാൻ നിത്യമുക്തനാണ്, ഞാൻ അസാംസാരികനാണ്, ഞാൻ ആത്മസ്വരൂപനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്, എന്നിൽ അങ്ങനെ ഇല്ല എന്ന് പറയുന്നു.
അല്ല തത്വജ്ഞാനമെന്നും ജ്ഞാനിയെന്നും എല്ലാം പറയുന്നു. ജാഗ്രത തിരിച്ച് ഈ ബന്ധനാനുഭവം ഇതിന് കാരണം ഈ അജ്ഞാനമാണെങ്കിൽ, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനമാണെങ്കിൽ, അജ്ഞാനമുള്ളിടത്ത് ബന്ധനം അനുഭവിക്കും. ആരെങ്കിലും സുഷുപ്തിയിൽ അത് അനുഭവിച്ചിട്ടുണ്ടോ? രണ്ടിടത്തും നിത്യമുക്തമാണ്. നിത്യമുക്തമായിരുന്നിട്ട് ഇവിടെ ബന്ധനത്തെ അനുഭവിക്കുന്നു. സുഷുപ്തിയിൽ ആരെങ്കിലും ബന്ധനത്തെ അനുഭവിക്കുന്നു? ഇല്ല. എന്തുകൊണ്ടില്ല? അതിന്റെ കാരണം അവിടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ബന്ധനം അനുഭവിച്ചു. ഇല്ലാത്തതുകൊണ്ട് അത് കേവലമായി നിത്യമുക്തമായി ഇരിക്കുന്നു. അവിടെ പറയുന്നതാണ് ഏതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സാസഹ. ആ സുഷുപ്തിയെക്കുറിച്ച് പറയുമ്പോൾ ഇനി പറയും എന്താണ് അവിടെ വേദങ്ങൾ കൂടി വേദമല്ലാതായിത്തീരുന്നു വെച്ചാൽ ഒരറിവും അവിടെ പ്രകാശിക്കുന്നില്ല. അവിടെ ഒരാത്മജ്ഞാനവുമില്ല. ആത്മജ്ഞാനം എവിടെ ആവശ്യമായിട്ട് വന്നത്? ഇരുളുള്ളിടത്താണ് വെളിച്ചത്തിന്റെ ആവശ്യം വരുന്നത്. ഇരുളയില്ലെങ്കിൽ പിന്നെ വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട്. സൂര്യന് രണ്ടാമതൊരു പ്രകാശത്തിന്റെ ആവശ്യമുണ്ട്. അത് തേജസ്വരൂപമാണ്. അതുകൊണ്ട് അവിടെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ജ്ഞാനം കൊണ്ട് നശിക്കേണ്ടതായ അജ്ഞാനമില്ല. ഇവിടെ അങ്ങനെയല്ല. ഈ ജാഗ്രതത്തിൽ ജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട്. എന്തിനെ കുറിച്ചുള്ള ജ്ഞാനം? സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം. സ്വസ്വരൂപത്തെക്കുറിച്ച് എങ്ങനെയുള്ള ജ്ഞാനം? തന്നിൽ ഒരവസ്ഥയിലും ബന്ധനം സംഭവിച്ചിട്ടില്ല. തന്നിൽ അജ്ഞാനാദി ദോഷങ്ങൾ ഒരു കാലത്ത് സംഭവിച്ചിട്ടില്ല. അതാണ് പരമാർത്ഥത്തിലത്. സ്വപ്നത്തിലോ സുഷുപ്തിയിലോ ജാഗ്രതത്തിലോ ഒരിടത്തുമില്ല. ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ല. ഇനി സുഷുപ്തിയിൽ അജ്ഞാനം ഇല്ലായിരുന്നു, ജാഗ്രതത്തിൽ അജ്ഞാനം ഉണ്ട് എന്നും പറയുന്നത്. ജാഗ്രതത്തിൽ താൻ അജ്ഞനാണെന്നൊരു അനുഭവമുണ്ട്. പക്ഷെ അത് പരമാർത്ഥമല്ലെന്നേ പറയുന്നു. പരമാർത്ഥം തന്റെ സ്വരൂപമാണ്. അത് നിത്യമുക്തമാണ്. മൂന്നവസ്ഥയിലും മൂന്ന് കാലത്തിലും അജ്ഞാനത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ജ്ഞാനത്തിന്റെ ആവശ്യം വന്നത്. സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം. ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം, സ്വരൂപം താൻ നിത്യമുക്തനാണ് എന്നുള്ള ജ്ഞാനം. താൻ നിത്യമുക്തനാണ് എന്ന് ജാഗ്രതയിൽ മനസ്സിലാക്കണമെങ്കിൽ ഉള്ള ഒരു ഉപായമായിട്ട് സുഷുപ്തിയെ ചൂണ്ടിക്കാണിക്കുന്നു. നിത്യമുക്തി എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു ധാരണ മനസ്സിൽ വരണ്ടേ? എന്താ ഈ നിത്യമുക്തി? ഈ ജാഗ്രതയിലെ ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഒരു ധാരണ ഉണ്ടാക്കാൻ പ്രയാസമാണ്. കാരണം ഈ അനുഭവങ്ങളെല്ലാം ഈ നിത്യമുക്തി എന്ന് പറയുന്ന ജ്ഞാനത്തിന് തടസ്സമാണ്. ഇവിടെ ആരാ നിത്യമുക്തി അനുഭവിക്കുന്നു? താൻ ആത്മാവാണ് എന്ന് പറഞ്ഞാലും ഈ ശരീരബന്ധം അത്ര വളരെ വലുതാണ്. ഈ ശരീര താതാത്മ്യം അത്ര ദൃഢമാണ്. സുഖദുഃഖാദി അനുഭവങ്ങൾ ദൃഢമാണ്. കാമക്രോധാദി വികാരങ്ങൾ ദൃഢമാണ്. ഇവിടെ താൻ അസംഗനാണെന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. ഇതിനോടെല്ലാം സംഘത്തിലിരിക്കുകയും അസംഗനാണെന്ന് പറയുകയും ചെയ്താൽ താൻ അസംഗനായിരിക്കുന്ന ഒരു തലം തന്നിൽ തന്നെ ഉണ്ട് എന്ന് കാണിക്കുന്നു. അതുകൊണ്ടാണ് അജാതശത്രു ഗാർഗിനെ ഉറങ്ങിക്കിടക്കുന്നവന്റെ അടുത്ത് കൊണ്ടുപോയി വിശദീകരിക്കും. അങ്ങനെ ഒരു തലം സുഷുപ്തി മാത്രമേ ഉള്ളൂ. അവിടെ അസംഗനാണ്. അത് ജാഗ്രതത്തിൽ ചിന്തിച്ച് മനസ്സിലാകും. അപ്പൊ ജാഗ്രതത്തിൽ തനിക്കെന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഈ ഭ്രാന്തി അത് മാറിക്കിട്ടും. കാരണം തന്നിൽ അങ്ങനെ ഒരു തകരാറുമില്ല. താനവിടെ നിത്യമുക്തൻ തന്നെയായിരുന്നു, കേവലൻ തന്നെയായിരുന്നു.
അത് തന്നെയാണ് ഇപ്പോഴും തന്റെ സ്ഥിതി. എങ്ങനെയുള്ള സ്ഥിതി? പാരമാർത്ഥികമായ സ്ഥിതി. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ആ തലത്തിൽ 3 അവസ്ഥയിലും അജ്ഞാനത്തെ നിഷേധിക്കുന്നു. താൻ അജ്ഞാന വിനർമുക്തനാണ് എന്ന് ബോധിപ്പിക്കുന്നു. ഈ ബോധം ജാഗ്രതത്തിൽ താൻ അനുഭവിക്കുന്ന അജ്ഞാനത്തെ നിഷേധിക്കുന്നു. അജ്ഞാന നിഷേധം എന്ന് പറയുന്നത് അതാണ്. എന്നാലും ഇവിടെ അനുഭവം ഉണ്ടല്ലോ. ശരി, സുഷുപ്തിയിൽ അനുഭവമില്ല, സമ്മതിച്ചു. അവിടെ കേവലമായ സത്ത മാത്രമാണ്. പക്ഷെ ഇവിടെ അനുഭവം ഉണ്ടല്ലോ. ഈ അനുഭവത്തെ നിഷേധിക്കുന്നില്ല, അദ്വൈതം നിഷേധിക്കുന്നില്ല. ഇവിടെ അനുഭവം ഉണ്ടെന്ന് അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ ഇവിടെ ഈ ജ്ഞാനത്തിന്റെ ആവശ്യം വന്നത്. ഇങ്ങനെ ഒരു അജ്ഞാനത്തിന്റെ അനുഭവം, ബന്ധനത്തിന്റെ അനുഭവം, സംസാരത്തിന്റെ അനുഭവം ഉണ്ടെങ്കിൽ ഈ ജ്ഞാനം കൊണ്ടെന്താ പ്രയോജനം? ആ ജ്ഞാനം, ഈ അനുഭവം പരമാർത്ഥമല്ലെന്ന് ബോധിപ്പിക്കുന്നു. അതാണ് ജ്ഞാനത്തിന്റെ വിശേഷം. ഈ അനുഭവത്തെ ദൂരീകരിക്കുന്ന അങ്ങനെയാണ്. ഈ അനുഭവം പരമാർത്ഥമല്ല. പരമാർത്ഥം എന്താണ്? തത്വമസി, നീയാണ് പരമാർത്ഥം എന്ന് ബോധിപ്പിക്കുന്നു. ജാഗ്രതത്തിന് ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നതിന് പ്രയാസമുള്ള കാര്യമില്ല. കാരണം ഇവിടെ കൃത്രിമമായിട്ടൊന്നും ചെയ്യുന്നില്ല. എന്താണോ തന്നെ വിപരീത ബുദ്ധി വന്നിരിക്കുന്നത്, അജ്ഞാനമെന്നോ അധ്യാസമെന്നോ അവിദ്യയെന്നോ മായയെന്നോ എന്ത് പേട്ട് വിളിച്ചാലും ശരി, അത് പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുന്നേ ഉള്ളൂ. അത് വാസ്തവമല്ല, വാസ്തവം നിന്റെ സ്വരൂപമാണ്, സ്വാഭാവികമാണ്, കേവലമാണ് എന്നുള്ള ബോധം ജാഗ്രതയിൽ ഉണ്ടാകാൻ വേണ്ടി ശ്രുതി ഉപദേശിക്കുന്നു. അത് സുഷുപ്തിയിലൂടെ വ്യക്തമാക്കണം. സുഷുപ്തിയെക്കുറിച്ച് ചിന്തിച്ച് അതിനെ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ജാഗ്രതത്തിൽ ഉണ്ടാകുന്ന ഈ ധാരണ, അതിനാണ് ജ്ഞാനമെന്ന് പറയുന്നത്. അത് ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനമാകും. അപ്പോൾ എന്തുകൊണ്ട് വീണ്ടും വന്നു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? രണ്ടിനും ഒരു സമാധാനം തന്നെ.